ജീവിതം, എന്റെ സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന അല്പം ഞാൻ വന്ന വഴി. ആമേൻ. എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. ആമേൻ. അത് തന്നെയാണ് എന്റെ സാക്ഷ്യം. എന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ആമേൻ, എന്റെ അച്ഛൻ വളരെ 10 ഏക്കർ ഭൂമി വരെ എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അച്ഛൻ ഒരു പൂജയും കർമ്മവും ചെയ്യുന്നതായ ഒരു വ്യക്തിയായിരുന്നു. എന്റെ യേശു ആര് എന്ന് തിരിച്ചറിയാത്ത വ്യക്തിയായിരുന്നു. ഇന്ന് ഞങ്ങളെ സമയത്തിന് വാഹനം കിട്ടുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ചെമ്പൂര് വരെ ഞാൻ ഒരു ഓട്ടോയിൽ വന്നു. ഓട്ടോയിൽ വന്നിട്ട് അടുത്ത് ഒറ്റശേഖരമംഗലത്ത് ഒരു ടെമ്പോയിൽ കയറി പെട്ടെന്ന് വാഹനം കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ വന്നു. എന്നിട്ട് അവിടെ നിന്നപ്പോൾ വാഹനം കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഓടിപ്പോയി ഒരു ഓട്ടോ വിളിച്ചു. പക്ഷെ ഞാൻ ജീവിതത്തിൽ ആ സഹോദരനോട് ഞാൻ പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ ആദ്യമായ ഈ ഓട്ടോ വിളിച്ചു പോകുന്നത് എന്ന് വെച്ചാൽ ഓട്ടോ വിളിച്ചപ്പോൾ ആ സഹോദരൻ ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. ഈ കയ്യിലൊക്കെ ഇങ്ങനെ ശരിക്കും ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ യേശുവിനെ കുറിച്ച് ഒറ്റശേഖരമംഗലം മുതല് ഈ സ്ഥലം വരെ ആമേൻ ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറയുവാനുണ്ട്. അതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. പക്ഷെ അതിനു വേണ്ടിയായിരുന്നു ഇന്ന് പകൽക്കാലം ആ വാഹനങ്ങളെല്ലാം തടസ്സമായി. പക്ഷേ യേശുവാണ് രക്ഷകനാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വാഹനങ്ങൾ ഉള്ളപ്പോൾ ഈ ഓട്ടം ഞാൻ ജീവിതത്തിൽ ആദ്യമായി വരുന്നതെന്ന്. ആമേൻ. ഞങ്ങൾ നമ്പർ വാങ്ങി വീട്ടിൽ ചെല്ലുമെന്ന് പറഞ്ഞു. വാഹനത്തിന്റെ പൈസ ചോദിച്ചതിനേക്കാളും ഒരു സ്തോത്ര കാഴ്ചയായി കൊടുക്കുവാൻ. ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹമെന്ന് ആ സഹോദരൻ രുചിച്ചറിയണം. ഞങ്ങളെ വീട്ടിൽ വിളിച്ചിട്ട് പോയിരിക്കുക. പക്ഷേ ആ സഹോദരന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ പ്രിയ ദൈവസഭയെ, എന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ആമേൻ, ഞങ്ങൾ ഓർമ്മ വെച്ച് നോക്കിയപ്പോൾ എന്റെ അച്ഛൻ 10 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നതായ എന്റെ അച്ഛൻ എല്ലാം മദ്യപിച്ച് ഓടകളിൽ കിടന്നിട്ട് ആമേൻ, ഞങ്ങൾ 6 സഹോദരങ്ങളാ. ആ ഒരു വയസ്സിന് ഒരു കുട്ടി വീതം വെച്ച് 6 സഹോദരങ്ങള്. പക്ഷേ എന്റെ അമ്മ അച്ഛൻ ഓടകളിൽ കിടന്നിട്ട് വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വരുമ്പോൾ 6 കിടന്ന് നിലവിളിക്കുന്നത് കാണുമ്പോൾ എന്റെ അമ്മ ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി കാശ് ചോദിക്കുമ്പോൾ അമ്മയെ ഉപദ്രവിച്ച് ഉപദ്രവം സഹിക്കവയ്യാതെ എന്റെ അമ്മ ഞങ്ങൾ 6 വാരി കിണറ്റിനകത്ത് കൊണ്ടിട്ടിട്ട് എന്റെ അമ്മയും കൂടെ കിണറ്റിനകത്ത് ചാടി മരിക്കുവാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷെ പലവട്ടം ശ്രമിച്ചിട്ടും അവിടുത്തെ നാട്ടുകാരും വലിയച്ഛന്റെ ഭാര്യമാരും അവരൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാമെന്നുള്ളത്. പക്ഷേ കിണറ്റിനകത്തിടുവാൻ കർത്താവ് അനുവദിച്ചു. ഞങ്ങളെ കർത്താവിന് പ്രിയ ദൈവസഭയെ, നിന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളുടെ നടുവിലൂടെ നീ സഞ്ചരിച്ചാലും ആ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നീ ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്. നിന്റെ കൂടെ നിന്നെ നിർമ്മിച്ചൊരു രക്ഷകൻ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നീ ഞാൻ ഇന്ന് ഭൂമിയിൽ ജീവനോടെ ആയിരിക്കുന്നത്. ആമേൻ. ജീസസ് തന്നെയുമല്ല, ഞങ്ങൾ ഓർമ്മ വെച്ചപ്പോൾ എന്റെ അച്ഛന് 10 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നതായ എന്റെ അച്ഛന്റെ ജീവിതം ആമേൻ അച്ഛനെ കാണുവാനില്ല. പക്ഷെ ഞങ്ങൾ 6 റബ്ബറിന്റെ ഇടയില് ഓല ഇങ്ങനെ കുത്തി മറച്ച് നിർത്തിയിട്ട് ആമേൻ ഞങ്ങളിങ്ങനെ ആ ഓല ഷെട്ടിനകത്ത് ആരോ ഇട്ടിരിക്കുക. പക്ഷെ ഞങ്ങള് വിശന്ന് ആമേൻ തകർന്ന് ഞങ്ങൾ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾ ഓർമ്മ വെച്ചപ്പോൾ ചോദിച്ച അച്ഛനാര് അമ്മയാര്? അച്ഛൻ അമ്പലങ്ങളിൽ പൂജയും കർമ്മവും ചെയ്ത് ജീവിക്കുന്നു, അമ്മ മരിച്ചു പോയെന്ന് പറയുവാനിടയായി. പക്ഷെ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരുവാൻ ആരുമില്ല, ഞങ്ങൾക്കൊരു വസ്ത്രം തരുവാൻ ആരുമില്ല, ഞങ്ങളെ പഠിപ്പിക്കുവാൻ ആരുമില്ല. ഞങ്ങൾ 6 നേരം വിളക്കുമ്പോൾ ഇറങ്ങി നടക്കും. ആമേൻ. തെരുവു നായ്ക്കളെ പോലെ 6 ഇറങ്ങി ഒരു നേരത്തെ
ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങി നടക്കുവാനിടയാകും. ഓരോ വാതിലിൽ ചെന്ന് മുട്ടുമ്പോൾ തെരുവ് നായ്കളെ കല്ലെടുത്തെറിയുന്നത് പോലെ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വേഷത്തിലാണ് നമ്മൾ നടക്കുന്നത്. ആമേൻ. വസ്ത്രമില്ല, ഒന്നുമില്ല. പക്ഷേ ചിലർ എന്തെങ്കിലും അല്പം വെള്ളം വല്ലതും തരും, ചിലർ തരില്ല. പക്ഷെ അങ്ങനെ ഭിക്ഷക്കാർ എടുത്ത് ഒട്ടര പോലെ അങ്ങനെ നടക്കുകയോ നടന്ന സമയത്ത് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആമേൻ കട്ടക്കോട് ഗവൺമെന്റില് നാട്ടുകാർ പോയി പറഞ്ഞു, 6 പട്ടിക്കുട്ടികള് ആ ഷെട്ടിനകത്ത് ഞങ്ങളെ നാട്ടിൽ കിടന്ന് നിലവിളിക്കുന്നു. ആ 6 പട്ടിക്കുട്ടികളും അവിടെ കിടന്ന് ചത്തു നാറുന്നതിന് മുൻപായി 6 പട്ടിക്കുട്ടികളും അവിടെ കിടന്ന് ചത്തു നാറുന്നതിന് മുൻപായി 6 പട്ടിക്കുട്ടികളും അവിടെ കിടന്ന് ചത്തു നാറുന്നതിന് മുൻപായി നിങ്ങൾ അവരെ വന്ന് ഏറ്റെടുക്കണമെന്ന്. അവർ ഞങ്ങളെ ഷെട്ടിനകത്ത് കയറി വന്നപ്പോൾ ഞങ്ങൾ 6 നിരന്ന് കിടക്കുന്നുണ്ട്. ഇത്ര ചില അട്ടകളാണ് ഞങ്ങളെ പുറത്തുകൂടെ കയറി ഇറങ്ങുന്നത്. എന്ന് വെച്ചാൽ മഴ സമയമാകുമ്പോൾ അട്ടകൾ കൊണ്ട് ഞങ്ങളെ പൊതിയുവാനിടയാകും. വലിയ കറുത്ത അട്ടകളാണ്. പക്ഷെ അതൊന്നും ഞങ്ങളെ കടിക്കുവാൻ കർത്താവ് അനുവദിച്ചില്ല. ഈ കൊറോണ വന്നിട്ട് ഞങ്ങൾക്ക് കൊറോണ വന്നില്ല. കൊറോണ വന്നവരെയൊക്കെ ചെന്ന് സഹകരിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യാദികൾ ചെയ്തു കൊടുക്കുവാൻ യേശു എനിക്കൊരു ഭാഗ്യം തന്നു. പക്ഷേ അനേക ദേശത്തിലുള്ളവർ പറഞ്ഞു, ആ സഹോദരിയുടെ അടുക്കൽ പോകരുത്, ആ സഹോദരിയോട് സംസാരിക്കരുത്, അവർ ഇന്നാരെ കൂടെ നടന്ന് അവരെ കാര്യാദികൾ നോക്കുന്നതാണ്, അവർക്ക് എന്തെങ്കിലും സംഭവിക്കും, നമുക്ക് സംഭവിക്കുമെന്ന്. പ്രിയ ദൈവ പൈതലേ, ലോകം പറയുന്ന വാക്കല്ല നീ ശ്രദ്ധിക്കേണ്ടത്. ലോകത്തിന്റെ വാക്കുകളെ മാറ്റിമറിക്കുന്ന ഒരു സ്വർഗീയ രാജാവ് എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ലോകത്തിന്റെ വാക്കുകളെ നീ കാര്യമാക്കരുത്. ലോകത്തിന്റെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കരുത്. ലോകത്തിന്റെ വാക്കുകളെ പുറത്തേക്ക് തള്ളിയിട്ട് ആമേൻ പൗലോസ് അപ്പോസ്തലനെ പോലെ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലേക്ക് നീ ആഞ്ഞുകൊണ്ട് ആമേൻ നിന്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഇന്ന് പകൽക്കാലം ഒരുങ്ങേണ്ടത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ എനിക്ക് പ്രിയ ദൈവ പൈതലേ, ഒരു പനി പോലും വന്നില്ല. യേശു എന്നെ രക്ഷിച്ചു. ഞാൻ ജീവനുള്ള യേശുവിനെ എന്നെ ആരാധിക്കുന്നത്. സത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആരാധിച്ച കർത്താവ് നമ്മളെ രക്ഷിക്കും, കർത്താവ് നമ്മളെ കരുതുവാനിടയാകും. എന്നാൽ ലോകത്തിന്റെ വാക്കുകള്, അവർ പറഞ്ഞ വാക്കുകളെല്ലാം പാഴായി പോയി. പ്രിയ ദൈവ പൈതലേ, ഇപ്രകാരം ജീവിക്കുമ്പോൾ കാഞ്ഞിരംകുളം AG സഭയ്ക്കകത്ത് എന്റെ കാര്യം ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും. കാഞ്ഞിരംകുളം AG സഭയ്ക്കകത്ത് എന്നെ ആരാണ് കൊണ്ടെത്തിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കുവാൻ എനിക്കറിയത്തില്ല. എന്റെ തലയൊക്കെ പഴുത്ത് നാറ്റം പിടിച്ച് എന്റെ അടുക്കൽ ഒരു മനുഷ്യൻ കടന്നു വരത്തില്ല. അടുക്കൽ വരുന്നവരെല്ലാം മൂക്കിൽ കൈ പൊത്തിയിട്ട് അവർക്ക് ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറഞ്ഞ് തുപ്പിയിട്ട് മാറിക്കടന്നു പോകും. പക്ഷെ ആ നാറ്റം പിടിച്ചു കിടന്ന എന്റെ അടുക്കൽ എന്നെ തേടി വന്ന ഒരു യേശു. മനുഷ്യൻ നിന്റെ അടുക്കൽ വന്നില്ല എന്നോർത്ത് നീ ഭാരപ്പെടരുത് പ്രിയ ദൈവ സഭയെ. മനുഷ്യന്റെ വാക്ക് നീ കാര്യമാക്കരുത്. മനുഷ്യന്റെ നിന്നെ നീ ഭയപ്പെടരുത്. മനുഷ്യന്റെ നിന്നെ നീ ഭയപ്പെടരുത്. ഭയപ്പെടുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, ആ യേശുവിനെ നീ ഭയപ്പെട. യേശു നിന്റെ കൂടെ ഇരിക്കുവാനിടയാകാം. ആമേൻ. ആ നാട്ടം വെച്ച് ഞങ്ങളെ പഠിപ്പിക്കുവാൻ ആരുമില്ല, ഒരു നേരത്തെ ഭക്ഷണം തരുവാൻ ആരുമില്ല. ഞങ്ങൾ കരയുമ്പോൾ നീ എന്തിനെ കരയുന്നു എന്ന് ചോദിക്കാൻ ഞങ്ങളുടെ അടുക്കൽ വരുവാൻ ആരുമില്ല. പക്ഷെ എന്നെ സൃഷ്ടിച്ച ഒരു രക്ഷകൻ ആമേൻ ഞാൻ കരയുമ്പോൾ എന്റെ അടുക്കൽ ഓടി വന്നാൽ നീ എന്തിനാ കരയുന്നു എന്ന് ചോദിച്ച ഒരു കർച്ചീഫുമായി നസ്രത്തുകാരനെ യേശു
എന്റെ അരികിൽ വന്ന് കണ്ണുനീർ ഒപ്പിയത് കൊണ്ട് ഇന്ന് ഞാൻ ഈ സ്ഥാനത്ത് ഞാൻ നിന്നതല്ല, എനിക്ക് യേശു പപ്പ എന്നെ നിർത്തിയതാ. തന്നെയുമല്ല, അഭിഷേകൻ പറഞ്ഞ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ എത്രയോ പേർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ട് അവരെക്കാൾ നമ്മൾ ഒരിക്കലും ഒട്ടും നല്ലവരല്ല. എന്നാൽ ആർക്കും വേണ്ടാത്തതിനെ കർത്താവിന് വേണമെന്ന്, ആർക്കും ഒരു കഴിവും ഇല്ലാത്തതിനെ, ഒരു യോഗ്യതയും ഇല്ലാത്തതിനെ കർത്താവിന് വേണമെന്ന് ആവശ്യമുണ്ടെന്ന് അഭിഷേകൻ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ പറയട്ടെ, ഞാൻ പടിവാതിൽക്കലിരുന്ന് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കത്തില്ല. എനിക്ക് നോക്കാൻ അറിയില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഞാൻ എന്താണ് അവരോട് പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ അതിന് എനിക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ വർഷങ്ങള് നേരുവാതിൽ കൂടെ ഞാൻ കയറത്തില്ല. ഞാൻ പടിവാതിൽക്കൽ സൈഡിൽ കൂടെ വന്നിരുന്ന് ആരെങ്കിലും തരുന്ന കീറി തുന്നിയ വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് ഇരുന്ന് കണ്ണുനീർ മാത്രം വർഷങ്ങൾ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ എണീറ്റ് പോകും. പക്ഷേ ഒരു വെള്ളിയാഴ്ചയുടെ പകൽക്കാലം എന്റെ നസ്രത്തുകാരനായ യേശു ആ പടിവാതിൽക്കൽ ഇരുന്ന് കരഞ്ഞ് എന്നെ തേടി വന്നു. പ്രിയ ദൈവ സഭയെ, നീ എന്നും എല്ലാ നാളും കരഞ്ഞുകൊണ്ട് പടിവാതിൽക്കൽ ഇരിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തളർന്നവരെ യേശു രക്ഷിക്കുന്നു. എന്നെ തേടി വന്നത് എങ്ങനെയാ? വെള്ളിയാഴ്ച പകൽക്കാലം കർത്താവിന്റെ ദാസൻ വേറ്റടിച്ച് പുൽപ്പെട്ടിലിരുന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ആരും വന്ന് പറഞ്ഞില്ല, ഇതാ നിനക്കുള്ള അഭിഷേകമാണ്, നീ പിടിച്ചോ. എന്നോട് ആരും വന്ന് ദൂത് പറഞ്ഞില്ല, എന്റെ തലയിൽ കുലിക്കുകയുമില്ല. ആരും തൊടാതെ, ആരും പറയാതെ എന്റെ നസ്രത്തുകാരന്റെ യേശു നേരിട്ട് ഇറങ്ങി വന്ന് എന്റെ ശിരസിൽ ഒരു അഭിഷേകം ഒഴിച്ചു. ആ അഭിഷേകമാണ് ഞാൻ ഇന്നും ഈ ഭൂമിയിൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന്. പക്ഷേ ആ അഭിഷേകം നടന്നു കഴിഞ്ഞപ്പോൾ അമ്മയില്ല അപ്പനില്ലെന്ന് പറഞ്ഞ ഇവിടെ മുതൽ ഇങ്ങേ അറ്റം വരെ ചന്ത കിടക്കുന്ന രണ്ട് കയ്യില് കോട്ടക്സ്. പൂ വാങ്ങാൻ പൈസ, പിച്ച് പൂ വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഓറഞ്ച് കനമ്പരം പൂ വാങ്ങി. ഇവിടെ സ്ലൈഡ് വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പിന്ന് വാങ്ങിച്ചു വെച്ച തലമുടി വരെ 2 മടക്കില് ഓറഞ്ച് കനമ്പരം പൂ ഇങ്ങനെ ഇട്ട് കാല് കയ്യിലെല്ലാം കോട്ടക്സ് ഇട്ട് പൊട്ട് ചന്തയിൽ കിടക്കുന്ന ഈ തൂക്ക് കമ്മലുകള് മാലകള് എല്ലാം ഇട്ട് ധനവാനെ പോലെ ഈ ലോകത്തിലെ ആഡംബരത്തിലൂടെ കഴിഞ്ഞു പോകാനിടെ. പക്ഷേ അതെല്ലാം ഡൂപ്പായിരുന്നു, ഒന്നും ഒറിജിനൽ അല്ലായിരുന്നു. ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് ഒന്നും ഒറിജിനൽ അല്ലെന്നെ. ഒറിജിനലായി ഉള്ളത് ഒന്ന് യേശു മാത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം പറയുന്നില്ലേ, ഈ ലോകത്തിൽ കാണുന്നതെല്ലാം മായ മായ മായ, മായമില്ലാത്തത് ഒന്നേ ഉള്ളൂ, നസ്രത്തുകാരനായ യേശുവിന്റെ തിരുവചനം. അതിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് അന്ത്യം വരെ നടത്തുവാനിടയാകും. പക്ഷെ ഈ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വെള്ളിയാഴ്ച മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പാസ്റ്ററുടെ പറഞ്ഞു, പാസ്റ്റേ എനിക്ക് സ്നാനപ്പെടണം. പാസ്റ്റർ പറഞ്ഞു, സുഭാഷിണി ഇപ്പോൾ സ്നാനപ്പെടണ്ട. ഞാൻ ചോദിച്ചു, എന്താ പാസ്റ്ററെ? അത് ഈ അമ്മയില്ലല്ലോ അച്ഛനില്ലല്ലോ, നിനക്ക് എങ്ങനെയുള്ള ഭാവി ജീവിതമാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നീ ഒന്നിനെല്ലാം തിരിച്ചെടുത്ത് മാറ്റണം. ഞാൻ അവിടെ വെച്ച് ഇതെല്ലാം ഊരി മാറ്റി. ആരും എന്നോട് പറഞ്ഞില്ല നീ ഇതെല്ലാം ഊരി മാറ്റ്, നീ എല്ലാം ഉപേക്ഷിക്കുന്ന സ്നാനപ്പെടുന്നു. തനിയെ ഈ അഭിഷേകം കടന്നു വന്നപ്പോൾ ഇതെല്ലാം ഊരി മാറ്റിയിട്ട് പാസ്റ്റർ അടുക്കൽ പോയി പറഞ്ഞ് എനിക്ക് സ്നാനം തരണമെന്ന്. പാസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ സ്നാനപ്പെടാൻ പറ്റത്തില്ല,
ഞാൻ എന്താ പാസ്റ്ററെ അതിങ്ങനെയുള്ള വിവാഹ ജീവിതം? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഈ ലോകത്തിൽ വിവാഹം കഴിച്ച് ധനവാനെ പോലെ അടിച്ചു പൊളിച്ച് ജീവിച്ച് നിത്യ നരകത്തിൽ പോകാനല്ല പാസ്റ്ററെ എനിക്ക് സ്നാനം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ തന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ എന്റെ നസ്രത്തുകാരനായ യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് യേശു പപ്പയുടെ വീട്ടിൽ പോകാനായി എനിക്ക് സ്നാനം. പക്ഷേ എന്റെ കൂടെ എന്റെ അമ്മയും കൂടെ സ്നാനപ്പെടുവാനിടയായി. ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെട്ടു. പക്ഷേ അതിനുശേഷമായി എന്നെ കളിയാക്കി നിന്ദിച്ച എന്റെ ബാക്കി 5 സഹോദരങ്ങളെ എന്റെ യേശു കർത്താവ് ഒന്നൊന്നായി തൊടുവാനിടയാവും. എന്റെ യേശു കർത്താവ്, പ്രിയ ദൈവസഭയെ, നിങ്ങൾ ഒറ്റയ്ക്കാണോ എന്റെ യേശുവിനെ ആരാധിക്കാനായി ഇറങ്ങി തിരിച്ചത്? ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ നിന്ന്, നിങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ ദേശത്തിൽ നിന്ന് ആരുടെയെങ്കിലും മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന നിർത്തിക്കളയരുതേ. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു നാഥനുണ്ട്, മുട്ടിയാൽ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ വിടുവിച്ച യേശു എന്റെ സഹോദരങ്ങൾ ഒന്നൊന്നായി തൊടുവാനിടയായി. തന്നെയുമല്ല, അതിനുശേഷമായിട്ട് എന്റെ അച്ഛൻ, ഞങ്ങൾ 6 എണ്ണത്തിന്റെ കാര്യത്തിന് വന്നില്ല. എന്റെ ഇളയ സഹോദരൻ എന്റെ അമ്മ മരിച്ചപ്പോൾ 1 വയസ്സുണ്ടായിരുന്നതാ. പക്ഷേ ഉണ്ടായിരുന്നെന്ന് പറയുവാനിടയായി. പക്ഷേ എന്റെ ഇളയ സഹോദരൻ വീടുകളിൽ പോയി ഭിക്ഷ ചോദിച്ചു. കാലണ കിട്ടിയ വീടുമുണ്ട് എന്റെ കല്യാണം കഴിച്ചു കൊടുക്കുവാൻ. പക്ഷെ അങ്ങനെ ഭിക്ഷ എടുത്തൊക്കെ ഇന്ന് ഞങ്ങളെ മുൻപിൽ വരുന്നവർക്ക് ഞങ്ങൾ നല്ല നന്മകൾ കൊടുക്കാറുണ്ട്. യേശു തന്നത്. എന്റെ യേശുവിനെ അറിഞ്ഞപ്പോൾ യേശു ഞങ്ങൾക്ക് എല്ലാം തന്നു. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പ്. എന്നാൽ അതോടൊപ്പം നിനക്ക് എന്താ വേണ്ടതെന്ന് നീ അങ്ങോട്ട് പറയേണ്ട, ഇങ്ങോട്ട് യേശു അറിഞ്ഞെല്ലാം ചെയ്യും. വചനം ദൈവമാകിയാൽ വചനത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെ യേശു വെറും കൈയോടെ വിടത്തില്ലെന്നേ. അഭിഷേകൻ പറഞ്ഞതുപോലെ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, തീച്ചുളയുണ്ട്. അതിന്റെ നടുവിൽ കർത്താവ് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ അനാഥരെ വിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം. അമ്മേ, പെറ്റ അമ്മ നിന്നെ മറന്നുപോയോ? അമ്മയുടെ സ്നേഹം കിട്ടിയില്ലയോ? നീയും എന്നെ പോലെ അനാഥത്വം അനുഭവിക്കുന്ന വ്യക്തിയാണോ? നിനക്ക് നീ അനാഥത്വം മാറുന്ന ഒരു ദിവസം ഇത് അടുത്തുകൊണ്ടിരിക്കുക. നീ പ്രതീക്ഷിച്ചവർ നിന്നെ സഹായിക്കുമെന്ന്, രക്ഷിക്കുമെന്ന്, താങ്ങുമെന്ന് നീ ഓരോ പ്രതിസന്ധികളിലും പലരെയും നീ പ്രതീക്ഷിച്ചു. പക്ഷേ അവരെല്ലാം നിന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ മറികടന്ന് കടന്നു പോകുമ്പോ ഒരു മനുഷ്യനിതാ യെരിഹോവിൽ നിന്നിട്ട് യെരുശലേമിൽ നിന്നിട്ട് യെരിഹോവിലേക്ക് പോകുകയാ. യെരിഹോവിൽ കിടന്ന മനുഷ്യനെ പലരും കണ്ടിട്ട് കാണാത്തതുപോലെ മാറി കടന്നു പോകുമ്പോൾ ഒരു നല്ല ശമര്യക്കാരനായ നാഥൻ വരുന്നുണ്ട്. ആ നാഥനെ തന്നെ വിടിയിപ്പാൻ മനസ്സുണ്ടെന്നേ. ആരെയൊക്കെ തേടി എന്റെ നല്ല ശമര്യക്കാരനായ നാഥൻ വരുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നാഥന്റെ മാർവിലേക്ക് ഒന്ന് വീണ് കൊടുക്ക. ആ നാഥന്റെ മാർവിലേക്ക് ഒന്ന് ചാരി കൊടുക്ക. തന്നെയുമല്ല, പ്രിയ ദൈവസഭയെ, കാഞ്ഞിരങ്ങളെ ഏലി സഭയിൽ വെച്ച അനേക അഭിഷക്തന്മാർ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമെന്ന് പറഞ്ഞു അനേകര് ദൂത് പറഞ്ഞു. ഞാൻ എല്ലാ ദൂതും പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. ആമേൻ. ഇവരെന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. പട്ടിക്കുള്ള വേസ്റ്റ് വരെ ഞങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കഴിക്കുന്നത് പട്ടിക്കുള്ള വേസ്റ്റ് അല്ല, നല്ല മിഷ്ടാനമാഹാരം. 1-ാം തരം മിഷ്ടാനമാഹാരമാകും. ഏറ്റവും വലിയ ശ്രേഷ്ഠന്മാരുടെ നടുവിലിരുന്ന് എനിക്ക് ഒരിക്കലും കയറി ചെല്ലുവാൻ കഴിയാത്ത വേദികളിലിരുന്ന് ആമേൻ അവരോടൊപ്പം ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിപ്പാൻ പ്രിയ ദൈവസഭയെ ഇന്ന് പകൽക്കാലം
പക്ഷെ ഇന്ന് പട്ടിക്കുള്ള ആഹാരം അന്ന് ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചു. ഞങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു രോഗങ്ങളും ഇതുവരെ യേശുവപ്പൻ വരുത്തിയിട്ടില്ല. പക്ഷേ അഭിഷേകൻ പറഞ്ഞല്ലോ ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നിട്ട്. പക്ഷേ ഞാൻ ഈ ദൂതുകളെല്ലാം കളഞ്ഞ് നടക്കുമ്പോൾ അവസാനമായി ഒരു 7 മടങ്ങ് തീച്ചുള്ളക്കകത്ത് 3 ബാലന്മാരെ വലിച്ചെറിഞ്ഞതുപോലെ ആമേൻ എന്നെ ഒരു കാലഘട്ടമായപ്പോൾ വലിച്ചെറിഞ്ഞു. ആമേൻ ഞാൻ ആ തീച്ചുളക്കകത്ത് കിടന്നില്ല, ആത്മഹത്യക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ഞാൻ പലപ്പോഴും തിരിഞ്ഞു നോക്കാറുണ്ട്. എന്നോട് അന്ന് ദൂത് പറഞ്ഞവർ ആരെങ്കിലും എന്നെ സഹായിക്കാനായി കടന്നു വരുന്നോ എന്ന്. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കുമ്പോൾ എന്നെ സഹായിക്കാൻ ആരും വരുന്നില്ല. പക്ഷേ ഘട്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ എന്റെ യേശു കർത്താവ് എന്റെ കൂടെ കഷ്ടതയുടെ നടുവിൽ ഉണ്ടായിരുന്നു. ആമേൻ. ജീസസ് ആ 3 ബാലന്മാരെ പോലെ കയ്യും കാലും കെട്ടി അവരെ തീച്ചുളക്കകത്ത് ഇനി ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷേ തീച്ചുളക്കകത്ത് വീണപ്പോഴാണ് അവരുടെ കയ്യും കാലും കെട്ടഴിഞ്ഞ് 4-മനായ എന്റെ യേശു കർത്താവ് അവരോട് കൂടെ സഞ്ചരിച്ചതുപോലെ ആമേൻ എന്റെ വാഗ്ദാനങ്ങളെ കേട്ട് ആ 7 മടങ്ങ് തീച്ചുളക്കകത്ത് കിടന്ന് അഴിഞ്ഞു. ഞാനും എന്റെ യേശു പപ്പയുമായിട്ട് ഞാൻ ഒരുമിച്ച് തീച്ചുളയിൽ നിന്ന് ചില വർഷങ്ങൾ കഴിഞ്ഞ് കയറി വരുമ്പോൾ ഒരു വചന വെളിപ്പാട് യേശു എനിക്ക് തന്നത്. ആമേൻ. പ്രിയ ദൈവസഭയെ, നിന്റെ വിദ്യാഭ്യാസം യേശു ചോദിക്കുന്നില്ല, നിന്റെ യോഗ്യത യേശു ചോദിക്കുന്നില്ല, നിന്റെ സമർപ്പണം എന്ന് പകൽക്കാലം യേശു ചോദിക്കുകയാ. ആമേൻ. എന്റെ കുടുംബത്തിനകത്ത്, എന്റെ അച്ഛന്റെ കുടുംബത്തിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരുണ്ട്, യോഗ്യത ഉള്ളവരുണ്ട്. എന്റെ അമ്മയുടെ കുടുംബത്തിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരുണ്ട്, യോഗ്യത ഉള്ളവരുണ്ട്. അവരെ ആരെയും എന്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്നോ അച്ഛന്റെ കുടുംബത്തിൽ നിന്നോ യേശു ഈ മേഖലക്കകത്ത് തിരഞ്ഞെടുത്തിട്ടില്ല. ഒരു കഴിവുമില്ലാത്ത, ഒരു യോഗ്യതയും ഇല്ലാത്ത ഏറ്റവും ഹീനമായത് ഈ എന്നെയാണ് യേശു തിരഞ്ഞെടുത്തത്. പ്രിയ ദൈവസഭയെ, ഇവിടെ തൊട്ടടുത്ത പേയടി ചന്തമുക്ക്, ആ ചന്തമുക്കില് ഞങ്ങൾ വന്ന് താമസിക്കുമ്പോൾ ഇതേപോലെ വീടുകളുണ്ട്. പക്ഷേ അവസാനത്തെ ദൂത്, നിന്റെ ഭവനത്തിനകത്ത് അനേകർ വന്ന് പ്രാർത്ഥനയ്ക്കായി ക്യൂ നിൽക്കുന്ന ഒരു മണ്ഡലത്തിലോട്ട് നിന്നെ ദൈവം മാറ്റാൻ പോകുന്നെന്ന്. ആമേൻ. എന്റെ ഭവനത്തില് ഒരു പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ 1 വർഷമായപ്പോൾ 11 പേർ സ്നാനപ്പെട്ടു. ഇതിനിടയ്ക്ക് ആമേൻ ഇവിടെ ആരാധന നടക്കുമ്പോൾ മതിൽ കൂടെ കല്ലെറി. പക്ഷേ ആരാധന നടക്കുമ്പോൾ മതിൽ കൂടെ കല്ലെറിഞ്ഞവരെല്ലാം ആരാധന കൂട്ടത്തിൽ വരുവാനുണ്ട്. ആമേൻ. എവിടെ പ്രശ്നമുണ്ടോ അവിടെ വിടുതലുണ്ട്, എവിടെ പ്രതിസന്ധിയുണ്ടോ അവിടെ ജയമുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മെ വിളിച്ചത് ആരാ? യേശുവല്ലേ വിളിച്ചത്. യേശു വിളിച്ചില്ല എങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. ആമേൻ. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ സെക്കൻഡ് വരെ ഞാൻ 7 മടങ്ങ് തിരിച്ചുള്ളതിലാണ് കിടക്കുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്റെ കൂടെയുള്ള സഹോദരങ്ങള്, നിങ്ങൾ വന്ന് ദൈവത്തോട് ചോദിരെ, ഈ ജനനം മുതൽ ഇതുവരെ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ പറയാറുണ്ട്, എന്റെ ദൈവം അറിയാതെയാണോ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്? എന്റെ ദൈവം അറിയാതെയാണോ ഞാൻ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്? പിന്നെ ഞാൻ എന്തോ യേശുപ്പയോട് ചോദിക്കേണ്ടത്? ആമേൻ. തന്നെയുമല്ല, പലർക്കും എന്നോട് ചോദിക്കാം, ഓരോ പ്രതിസന്ധിയിൽ വരുമ്പോൾ ഇനിയും ഇതൊക്കെ വച്ച് മതിയാക്കിയിട്ട് ഒന്ന് ഒതുങ്ങിക്കൂടെയോ? ഞാൻ ചോദിക്കും, ഞാൻ എവിടെയാ ഒതുങ്ങേണ്ടത്? എനിക്ക് ഒതുങ്ങാൻ മറ്റൊരു സ്ഥലമില്ല. എന്റെ പപ്പയുടെ മാർവിടമല്ലാതെ എനിക്ക് ഒതുങ്ങാൻ മറ്റൊരിടമില്ല. എന്റെ പ്രാണൻ പോകുവോളം ഞാൻ എന്റെ യേശുവിന് വേണ്ടി പോകും.
സമയത്തില്ല, ഭക്ഷണത്തിനും മറ്റൊന്നിനും. പക്ഷേ കീറിയ വസ്ത്രം എടുത്തുകൊണ്ട് നടന്ന വിദേശ വസ്ത്രങ്ങളെ യേശു തന്നു. ഈ കർത്താവിന്റെ ദാസിക്കറിയാം, അവരിലൂടെ തന്നെ അനേകം. പക്ഷേ ചിലരെ വിളിച്ച് പ്രകാരം ഫ്രണ്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ചില അഭിഷേകങ്ങൾ ദൈവം കൈമാറ്റം ചെയ്യുമ്പോൾ, അവർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ, അവർ വരുമ്പോൾ വിദേശ വസ്ത്രങ്ങൾ. ആമേൻ. ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ചർച്ചിന്റെ നേരെ ഫ്രണ്ടിൽ പോയി. എനിക്ക് ഒരു വെള്ള വസ്ത്രം വളരെ കൊതിയാണ്, ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞ ആന്റി ഒരു വസ്ത്രം വേണം. അവരൊരു പഴയ വസ്ത്രം തന്നു, ഉടുത്തിട്ട് തിരിച്ചു കൊണ്ടുകൊടുത്തു. ഇന്ന് വെള്ള വസ്ത്രങ്ങള് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട നിലവാരത്തിൽ ഞങ്ങളെ മാനിപ്പാനിടയായി. പ്രിയ ദൈവ പൈതലേ, ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ എന്റെ കൂട്ടു സഹോദരങ്ങളോട് ചോദിച്ചു, ഞാൻ മരിക്കുമ്പോൾ ആരൊക്കെയാണ് ഈ വസ്ത്രങ്ങൾ ഉടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നത്? ആമേൻ. അത്രമാത്രം യേശു തന്നു. ആമേൻ. എന്റെ യേശു ആരുടെ കടക്കാരനല്ല. നമ്മൾ ഒരു പടിക്കാൽ മുൻപിലേക്ക് വെച്ചാൽ നമുക്ക് വേണ്ടി 10 പടിക്കാൽ യേശു വെച്ച് കഴിഞ്ഞു. ആമേൻ. എന്റെ യേശു നമുക്ക് വേണ്ടിയിട്ട്, ആമേൻ, നമുക്ക് 1000 കാര്യങ്ങൾ നട്ടത്തെ കുറിച്ച് പറയുവാനുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി 10,000 കാര്യങ്ങൾ എന്റെ യേശു ചെയ്തില്ലയോ? ഞാൻ ഭൂമിയിൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ഇരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയല്ലേ, ദൈവത്തിന്റെ കരുണയല്ലേ, ദൈവത്തിന്റെ മനസ്സലിവല്ലേ? പക്ഷേ ഈ ഞങ്ങളെ വീട്ടിൽ വെച്ച് തുടങ്ങിയ മീറ്റിങ്ങിന്, പ്രിയ ദൈവസഭയെ, ഞാൻ ബൈബിൾ കോളേജ് പഠനത്തിന് പോയിട്ടില്ല, പക്ഷെ എനിക്ക് അക്ഷരം അറിഞ്ഞൂടാ. പക്ഷേ ഈ മീറ്റിങ്ങുകൾ തുടങ്ങിയപ്പോൾ 7 മടങ്ങ് തിരിച്ചുള്ള കലത്ത് കിടന്നിട്ട് എന്റെ ബൈബിൾ കോളേജ് പഠനമുണ്ടല്ലോ, ഓരോ പോലീസ് സ്റ്റേഷനിലും മാറി 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 കോടതികളിലും കയറി ഇറങ്ങി. അതാ എന്റെ ബൈബിൾ കോളേജ്. ആ സർട്ടിഫിക്കറ്റിന് പ്രതിഫലം ഉണ്ടെന്നേ. അതുകൊണ്ട് പ്രതികൂലത്തിന്റെ നടുവിലെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നാ പറയുന്നത്. ഇന്ന് ഒരു മീറ്റിംഗ് അവിടെ തുടങ്ങിയത് ഇന്ന് 9 സഭകളായി. എന്റെ യേശു ഒരുവനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, എന്റെ യേശുവിന് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലൊരു ശക്തിക്കും വ്യക്തിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അതിന്റെ മേൽ ജയത്തോടെ നടത്തുന്ന ഒരു നാഥനുണ്ട്. ആ നാഥനെയാ ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നത്. പ്രിയ ദൈവസഭയെ, ആമേൻ, ഒരു യോഗ്യതയുമില്ലാത്ത ഒരക്ഷരം പറഞ്ഞുകൂടാത്ത ആ 7 മടങ്ങ് തീച്ചുളയിൽ നിന്ന് കയറി വന്നപ്പോൾ ഒരു വചന വെളിപ്പാട് യേശു തന്നത്. ഇന്ന് ചില ഇടങ്ങളിൽ സഭകളെ രൂപീകരിക്കുവാൻ, ആമേൻ, 5ാമത്തെ ദിവസത്തെ കൺവെൻഷൻ വേദികളിൽ പോലും ഉന്നത ശ്രേഷ്ഠന്മാരോടൊപ്പം ഉന്നത വേദികളിൽ എന്റെ കർത്താവ് നമ്മെ നടത്തുന്നുണ്ട്, ഇരുത്തുന്നുണ്ട്, നടത്തുന്നുണ്ട്, ഇരുത്തുന്നുണ്ട്. കർത്താവ് ഇപ്രകാരം നയിച്ചുകൊണ്ടിരിക്കുക. പ്രിയ ദൈവസഭയെ, ഇന്ന് പകൽക്കാലം ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അഭിഷേകൻ പറഞ്ഞു, ദൈവ മക്കൾക്കാണ് പ്രതികൂലമെന്ന്. തന്നെയുമല്ല, ഒരു യോഗ്യതയും ഇല്ലാത്തവരെയാണ് കർത്താവിന് ആവശ്യമെന്ന്. അത് എന്റെ അനുഭവം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ വെടിവെച്ച യേശു, ആമേൻ. തന്നെയുമല്ല, ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ, ആമേൻ. ഈ അതിനുശേഷമായി എന്റെ അച്ഛൻ, ഞങ്ങൾ 6 എണ്ണത്തിന്റെ കാര്യത്തിനില്ലായിരുന്നു. അച്ഛൻ അമ്പലങ്ങളിൽ നിന്ന് തിരിച്ചു വന്നു. എന്റെ വീട്ടിൽ, ഇവിടെ പേര് പള്ളിമുക്കിലാണ് ഞാൻ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന AG സഭയില്. അപ്പോൾ അച്ഛൻ തിരിച്ചു വന്നിട്ട് അച്ഛൻ ആത്മഹത്യക്ക് വേണ്ടി പദ്ധതി ഒരുക്കുകയാണ്. അച്ഛൻ ആത്മഹത്യക്ക് വേണ്ടി പദ്ധതി ഒരുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ, ആത്മഹത്യ അല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം ക്രിസ്തു. ആമേൻ. നിങ്ങൾ ചെയ്തു കൂട്ടിയ സകല കൊടിമകളും എന്റെ ദൈവത്തോട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നോടൊപ്പം പള്ളിയിൽ കടന്നു വരണം. യേശു നിങ്ങളെ വിടുവിക്കുമെന്ന് പറയുവാനിടയായി. പ്രിയ ദൈവ പൈതലേ, ഞങ്ങൾക്ക് വേണ്ടി 6 എണ്ണത്തിന് വേണ്ടി എന്റെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിരുന്നത്, 6 എണ്ണത്തിന് പനയോലെ ഇലക്കൽ ജാതകം എഴുതി വെച്ചിരുന്നു. ആമേൻ. വേറെ ഒന്നും സമ്പാദിച്ചു വെച്ചിരുന്നു.
വെച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ പള്ളിമുക്ക് AG സഭയിൽ, ഇവിടെ അടുത്താണല്ലോ പള്ളിമുക്ക് AG സഭ, ആ AG സഭയിൽ അച്ഛനെ കൊണ്ടു കൊടുത്തു. ബെനറ്റ് വാസ്തുവിലൂടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. ബെനറ്റ് വാസ്തു രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി അവസാനം നിത്യ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ അനേക അഭിഷക്തന്മാർ യാത്ര കഴിച്ചു. പ്രിയ ദൈവസഭയെ, നിങ്ങളുടെ ഭവനത്തിനകത്തും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളിലും ആ പ്രവൃത്തി യേശു ചെയ്യുവാനിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് സന്തോഷമുള്ളവർക്ക് ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് സമയത്തെ ചിന്തയ്ക്കാൻ തിരുവഴുത്തിൽ നിന്നൊരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം വാക്യം, അതിന്റെ 17-ാം വാക്യം ഒരാളൊക്കെ ശബ്ദം ഉയർത്തി വായിക്കാം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തിൽ നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തിൽ നിന്ന് ഹാഗാറിനെ വിളിച്ചു. മതി. പ്രിയ ദൈവസഭയെ, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ